പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 20-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നേ ദിനം നമുക്കേവർക്കും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാം വാക്യം. The book of Joshua chapter 21 verse 45 നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ദൈവം പിതാക്കന്മാരോട് തന്റെ ജനമായ ഇസ്രായേലിന് നൽകും എന്ന് ദൈവം തന്നെ തന്നെ ആണയിട്ട് പറഞ്ഞതും വാഗ്ദാനം ചെയ്തതുമായ സകലവും ഇസ്രായേൽ ജനത്തിന് നൽകി. ഇസ്രായേൽ ജനത്തിന് നൽകി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് ലഭിക്കത്തക്കവണ്ണവും പ്രാപിക്കത്തക്കവണ്ണവും ദൈവത്തിന്റെ പാതയിൽ മാത്രം നടന്നവരല്ല തന്റെ ജനമായ ഇസ്രായേൽ ജനം. ദൈവത്തെ കോപിപ്പിച്ച് അന്യ ദൈവങ്ങളെ ആരാധിച്ച് പരസംഗവും ചെയ്ത് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയിട്ടും കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ, രാജാക്കന്മാരെ എന്ന് വേണ്ടവരെ ഒക്കെ നൽകി അവരെ മടക്കി വരുത്തി അവരോട് ദൈവം വാഗ്ദത്തം ചെയ്തത് സകലവും നൽകി. ലേവ്യർക്കുൾപ്പെടെ 41 പട്ടണങ്ങൾ അവകാശമായും അതിന്റെ പുൽപ്പുറങ്ങൾ ഉൾപ്പെടെ സകലവും നൽകി ദൈവം അവരെ ഭൗതികമായി അനുഗ്രഹിച്ചു. അവരുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും എന്തൊക്കെ വാഗ്ദത്തം ചെയ്തുവോ അവർ നിത്യ സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ടും ആ വാഗ്ദത്തം ദൈവം പാലിച്ചു. മാത്രമല്ല, സകല ചുറ്റുപാടുമുള്ള ശത്രുക്കളുടെ മേൽ ജയം നൽകി. ആരും അവർക്കെതിരെ നിൽക്കാതെ ദൈവം അവർക്ക് സ്വസ്ഥത നൽകി അവരെ മാനിച്ചു. അങ്ങനെ 21-ാം അധ്യായം അവസാനിക്കുന്ന 45-ാം വാക്യം ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, ദൈവം അവരോട് വാഗ്ദാനം ചെയ്ത ഒന്നും വൃഥാവാകാതെ സകല വാഗ്ദത്തങ്ങളും നിവൃത്തിയായി. ജൂൺ മാസം 20-ാം തീയതി വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവ മക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള യാത്രകളിൽ വേദനയും സങ്കടവും ഭാരവും വിഷമവും ഒക്കെ ഏറി വന്നപ്പോൾ നിങ്ങൾ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, അത് വ്യക്തിപരമാവാം, കുടുംബപരമാകാം, സഭാപരമാകാം, കൂട്ടായ്മപരമാകാം, എങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ അഭയാചന കഴിച്ചോ അതിന് ദൈവം നിങ്ങൾക്ക് വചനത്തിൽ കൂടെ ചില ഉറപ്പ് നൽകിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷകളിൽ കൂടെ ചില ഉറപ്പ് നൽകിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ചില വാഗ്ദത്തങ്ങൾ, സ്വർഗീയ പ്രോമിസുകൾ ഉണ്ടാവാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളത് വിട്ടുകളയാതെ, അവഗണിക്കാതെ, നിങ്ങൾക്ക് ഏത് വിധത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ, പ്രോമിസുകൾ ഉണ്ടോ അവയെ മുറുകെ പിടിച്ച് വിശ്വസിച്ച് അബ്രഹാമിനെയും സാറയെയും പോലെ ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരിക്കുക. അതൊരിക്കലും വൃഥാവാവുകയില്ല, അതൊരിക്കലും വെറുതെയായി പോവുകയില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ
അവിശ്വസ്തരായി മാറുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ അതിന് നടക്കുകയില്ല എന്ന് പറയുമ്പോൾ, അതെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം നിങ്ങളുടെ യോഗ്യമായ, അനുയോജ്യമായ, തക്കതായ സമയം നിങ്ങളെക്കാൾ കൃത്യമായി അറിയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ സമയത്തും മാത്രമേ നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ, അഥവാ നിങ്ങളുടെ കരങ്ങളിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് വാഗ്ദത്തം ദൈവമക്കളിൽ നിന്നും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, ആത്മീയ ശുശ്രൂഷ ആരാധനകളിൽ നിങ്ങൾ പ്രാപിച്ചിട്ട് അത് വെറുതെ ആയല്ലോ, ഞാൻ വെറുതെ എന്റെ സമയം കളഞ്ഞല്ലോ, ദൈവമക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് വെറുതെ ആയല്ലോ എന്നിത്യാദി ഏതെങ്കിലും നിരാശയോ സങ്കടമോ വിഷമമോ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇന്ന് വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു: മകനെ, മകളെ, ഒന്നും നഷ്ടമല്ല, ഒന്നും വെറുതെയായി പോവുകയില്ല, ഒന്നും വൃഥാവാവുകയില്ല. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നിറപടിയായി നിശ്ചയമായും ലഭിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നിങ്ങളോട് വചനത്തിൽ കൂടെ സംസാരിച്ച ദൈവദാസൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്ന് വന്നേക്കാം. നിങ്ങൾ പങ്കെടുത്ത കൂട്ടായ്മയിലെ നേതൃനിരയിലുള്ള അനേക ഭക്തന്മാർ നിത്യതയിൽ ചേർക്കപ്പെട്ടേക്കാം. നിങ്ങളോട് വിരൽ ചൂണ്ടി ദൂത് പറഞ്ഞ ദേവദാസൻ നിത്യ സ്വസ്ഥതയിൽ എത്തപ്പെട്ടേക്കാം. എന്നാൽ നിങ്ങളുടെ മേലുള്ള ദൂത്, വാഗ്ദത്തം മരിക്കുന്നില്ല, നിഷ്ഫലമാകുന്നില്ല, അതെങ്ങും മാഞ്ഞു പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ തമ്പുരാന്റെ സമയത്ത് നിങ്ങളുടെ മേൽ അവ പ്രാവർത്തികമാവുക തന്നെ ചെയ്യും. ചില നാളുകളായി തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടോ? പല പ്രാവശ്യം എക്സാം എഴുതിയിട്ട് പാസ്സാകാതെ നിരാശയിലായിരിക്കുന്ന യുവജന സുഹൃത്തുക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? അനേകം ഇന്റർവ്യൂവിന് പോയിട്ട് ഇതുവരെയും വേണ്ടവണ്ണം പെർഫോം ചെയ്യാതെയോ, അല്ല, അപ്പോയിന്റ്മെന്റ് കിട്ടാതെയോ നിരാശപ്പെടുന്ന സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുവോ? ഭവനത്തിന് പണി ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് അത് എങ്ങും എത്താതെ വേദനയിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുവോ? അല്ല, വിദേശത്ത് പോകുവാൻ സകലവും തയ്യാറായിട്ട് അവസാനം ചെറിയ കാര്യങ്ങൾക്ക് തടസ്സപ്പെട്ട് സങ്കടത്തിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുവോ? വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ട് ഇതുവരെയും വിവാഹം നടക്കാത്തതിനാൽ മാതാപിതാക്കൾ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്നുവോ? വിദൂരത്തായിരിക്കുന്ന നിങ്ങളുടെ ആൺമക്കൾ, പെൺമക്കൾ ഒരുപക്ഷെ വിദ്യാഭ്യാസ സംബന്ധമായി പ്രതിസന്ധിയിലായിരിക്കുന്നു, വിസ സംബന്ധമായി പ്രശ്നത്തിലായിരിക്കുന്നു. അവരുടെ സ്റ്റേ ബാക്ക് നിയമം നിങ്ങൾക്ക് വേദനയായി മാറിയിരിക്കുന്നുവോ? സഹോദരങ്ങളെ, മേൽ പറയപ്പെട്ട ഈ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ നിങ്ങൾ നിസ്സഹായരായി വേദനയോടെ ആയിരിക്കുന്നുവോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ എല്ലാ വിഷയങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിശ്ചയമായും കൃത്യസമയത്ത് നിറവേറും എന്ന് യോശുവയിൽ കൂടെ ഇന്ന് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പു നൽകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ. ഒരു വാഗ്ദത്തം പോലും വൃഥാവാകാതെ ഇസ്രായേൽ ജനത്തിന്മേൽ ദൈവം അത് നിവർത്തിച്ചുവെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലായ ദൈവ പൈതലേ, കാൽവരുടെ രക്തത്താൽ വേർതിരിക്കപ്പെട്ട, അതെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം തമ്പുരാൻ നിറവേറ്റുക തന്നെ ചെയ്യും. അത് അന്യന്റെ കണ്ണല്ല, സ്വന്തം കണ്ണാൽ കാണുവാൻ തമ്പുരാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ഭവനത്തിന്റെ പണി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം, അവരുടെ വരും തലമുറ, അവരുടെ ജോലി, അവരുടെ കരിയർ, അവരുടെ ഇന്റർവ്യൂ, അവരുടെ സമസ്ത മേഖലകളും തമ്പുരാനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ കുറിക്കൊള്ളുക. നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഇസ്രായേലിന്റെ മേലുള്ള വാഗ്ദത്തം ഒന്നും വൃഥാവാക്കി നിറവേറ്റിയ ദൈവമേ,
എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കഴിഞ്ഞ നാളുകളിൽ എന്റെ പ്രാർത്ഥനയിൽ, എന്റെ ശുശ്രൂഷയിൽ അവിടുന്ന് നൽകിയ വാഗ്ദത്തത്തെ നീ ഈ ദിനങ്ങളിൽ തന്നെ നിറവേറ്റി എന്റെ പ്രശ്നം പരിഹരിക്കണമേ. എന്റെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കണമേ. എന്റെ നിരാശ മാറ്റി സന്തോഷം നൽകണമേ. എന്റെ രട്ട് മാറ്റി എന്നെ സന്തോഷം ഉടുപ്പിക്കണമേ. ആ നിലയിൽ പ്രാർത്ഥിക്കുകയും അവ നേടി അനുഗ്രഹത്തോടെ കർത്താവിന്റെ സാക്ഷികളായി അതാത് സ്ഥാനങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ, സാക്ഷിപ്പാൻ, കർത്തൃവേലയിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വാക്കു പറഞ്ഞാൽ മാറാത്ത നിത്യനായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ധന്യമായ വചനത്തിനായി സ്തോത്രം. ഇസ്രയേൽ ജനത്തോടും അവരുടെ പൂർവ്വപിതാക്കന്മാരോടും അവിടുന്ന് വാഗ്ദത്തം ചെയ്തതൊന്നും വൃഥാവാകാതെ അവ മുഴുവനും നിവർത്തിയാക്കിയ സദ്വാർത്ത ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കരഞ്ഞ, ഉപവസിച്ച, ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ അഭയാചന കഴിച്ച വിഷയത്തിന്മേൽ അവിടെ നൽകിയ വാഗ്ദത്തങ്ങൾ ഈ ദിനങ്ങളിൽ അവിടുന്ന് ഒന്നും വൃഥാവാക്കാതെ നിവർത്തിയാക്കി തരാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളത് വിശ്വാസ കണ്ണാൽ ഏറ്റെടുത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഈ വാഗ്ദത്ത വചനം കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിച്ച് സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ശ്രവിച്ച ദൈവത്തിന്റെ വചനം പഴയ നിയമ ഇസ്രായേലിന് മാത്രമല്ല, പുതിയ നിയമ ഇസ്രായേലായ എനിക്കും നിങ്ങൾക്കും ഇന്ന് സ്വർഗത്തിലെ ദൈവം നടത്തിത്തരുവാൻ മതിയായവന്. ആകയാൽ ലഭിക്കപ്പെട്ട ഓരോ പ്രോമിസും അത്രത്തോളം മൂല്യവും മഹത്വമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ജാഗരിക്കുക. നിശ്ചയമായും തമ്പുരാൻ അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.